കഴിഞ്ഞ കുറേ വർഷങ്ങളായി പട്ടാഴി വടക്കേക്കര നിവാസികളെ ദുരിതത്തിലാഴ്ത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന KB ഗണേഷ് കുമാറിന്റെ ജർമ്മൻ ടെക്നോളജി റോഡിന്റെ ശാപമോക്ഷത്തിനായിട്ടും ബഹുമാന്യനായ MLA തലയ്ക്കകത്ത് ഇച്ചിരി സ്വബോധം തെളിഞ്ഞു കിട്ടി ഞങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് മാറ്റുന്നതിനും അദ്ദേഹത്തിന് സദ്ബുദ്ധിക്കും വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ നട്ടുച്ചയ്ക്ക് സൂര്യ പൊങ്കാല അർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് അദ്ദേഹത്തിന് അല്പം ബുദ്ധി ഉദിച്ച് ഈ പ്രഹസന പരിപാടികൾ നിർത്തലാക്കി ഞങ്ങൾക്ക് ശാപമോക്ഷം നൽകണമെന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സൂര്യപ്പൊങ്കാലയുടെ ഭണ്ഡാര അടുപ്പിലേക്ക് അരി പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ രതീഷ് കോളൂരിനെ ക്ഷണിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെളിവ് ഉദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന് ഇനിയും അദ്ദേഹത്തിന് ഇതേപോലെയുള്ള രാഷ്ട്രീയപരമായ രീതിയിലേക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് BJP ഇവിടെ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു പൊങ്കാല ഞങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ്. ഈ പൊങ്കാല നമ്മള് അത്ര പരിപാവനമായി നടത്തേണ്ട ഒരു കർമ്മമാണ്. അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം ഇത് കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്വബുദ്ധി തോന്നിക്കൊണ്ട് ഇനിയും വരും ദിവസങ്ങളിലെങ്കിലും MLA ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരും വികട സരസ്വതികൾ ഇനിയും പുറത്ത് ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റോഡിന് ശാപമോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. രാവിലെ മുതൽ ഞങ്ങൾ അനേകം സമരങ്ങൾ ചെയ്തു. നേരെ സമരങ്ങൾ ചെയ്തിട്ടും ഒരു ഫലവും ഇവിടുത്തെ MLA ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇനിയും എങ്കിലും ഈ ഒരു പൊങ്കാല കഴിയുമ്പോഴേക്കെങ്കിലും അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവ് തോന്നിയിട്ട് ഇവിടുത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥരെ വിടാതിരിക്കുന്ന ആ ധാർഷ്ട്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഇവിടെ പറഞ്ഞു വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത്. നേരം അതുകൊണ്ട് ഇതുകൊണ്ട് മാറിയിട്ടില്ല, ഇതുകൊണ്ട് ഫലിച്ചിട്ടില്ല എങ്കിൽ ഇനിയും ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ഈ പറയുന്ന കടുവത്തോട് ഇവിടെ തൊട്ട് നമ്മുടെ മെതുമേല് പത്തനാപുരം റോഡിന്റെ ഇവിടുത്തെ നിവാസികളോട് ഇനി ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി ആവർത്തിച്ചാൽ ഈ റോഡിലിറങ്ങി നടത്താത്ത രീതിയിലേക്ക് MLA വഴിയിൽ തടയുന്ന രീതിയിലേക്ക് മന്ത്രിയെ വഴിയിൽ തടയുന്ന രീതിയിലേക്ക് BJPയുടെ സമരങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിന് ഒരു വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന രീതിയിൽ അവരുടെ വിഷമങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന അവരോട് സമ്മതിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ റോഡിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ അദ്ദേഹം തയ്യാറാകണം എന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജപ്പാൻ ടെക്നോളജി ആണോ ജർമ്മൻ ടെക്നോളജി ആണോ ലോകത്തിന് പുതിയ വലിയ ടെക്നോളജി കൊണ്ടുവന്നതാണോ എന്താണെന്നറിയില്ല. നമ്മുടെ റോഡ് മാത്രം 2 വർഷം കൊണ്ട് സൈഡ് കെട്ടില്ല, ഓട നിർമ്മാണമില്ല, നേരെ ടാറിങ് തുടങ്ങി. അവർക്ക് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ അവർ ടാർ ചെയ്തു. ടാർ ചെയ്തതിന് ശേഷം പലയിടത്തും കലങ്ങുകൾ ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും കലങ്ങിന്റെ പണികൾ തുടങ്ങി. അങ്ങനെ ഈ കോയിക്കമുക്ക് മുതൽ ഏതാണ്ട് വട്ടക്കാല ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് 2 സൈഡും റോഡിന്റെ സൈഡ് മൊത്തവും ഇടിഞ്ഞ് മറിഞ്ഞതിന് ശേഷം പലരുടെയും നിർബന്ധത്തിലും അതുപോലെ പ്രതിഷേധത്തിന്റെയൊക്കെ ഭാഗമായിട്ട് സൈഡ് കെട്ട് അവിടെയൊക്കെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഈ കലങ്ങ് നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ യാതൊരു സൈഡ് കെട്ടോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇവിടെ സൈഡ് കെട്ടെന്ന് പറയുന്നത് കുറെ ചാക്ക് അടിച്ചു വെക്കും. ഈ പത്തനാപുരത്തെ ജനങ്ങൾ ഇവർ പട്ടികളെ പോലെ കാണുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കണം. വോട്ട് സമയമാകുമ്പോൾ ഇവിടുത്തെ വോട്ട് അദ്ദേഹത്തിന് വേണം. എന്നാൽ വോട്ട് കഴിഞ്ഞാൽ പത്തനാപുരത്തെ ആൾക്കാരെ പട്ടാപുരത്തെ പഞ്ചായത്തിലെ ആൾക്കാരെ അവർക്ക് വേണ്ട. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇത്രയും വിഷയം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് മനസ്സിലാക്കണം. LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ LDF ഭരിക്കുന്ന പഞ്ചായത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണിത്. അദ്ദേഹം പോലും ഇവിടെ വന്ന് രാവിലെ ജസ്റ്റ് നോക്കിയിട്ട് പോയതല്ലാതെ ഇതെന്തോ പറ്റിയെന്ന് പോലും നോക്കിയിട്ടില്ല. എവിടെയാണ് തോണ്ടുന്നത്, എവിടെയാണ് കെട്ടുന്നത് അവർക്കും അറിയത്തില്ല, കെട്ടുന്ന രീതി അറിയത്തില്ല. ഇതൊരുമാതിരി ജനങ്ങളെ പറ്റിക്കലാണ്. ഈ ജനാധിപത്യ വിശ്വാസികൾ ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനങ്ങളെയൊക്കെ വർഷം വോട്ട് ഇങ്ങനെ വികസനത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കലാണ്. എത്രയോ ലക്ഷം കോടി രൂപ ഇതിന്റെ പേരിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.